ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 1-ൽ നിന്ന് മാച്ച് ബോക്സ് എന്ന ഷോർട്ട് സ്റ്റോറിയാണ്, റിട്ടൺ ബൈ ആശ പൂർണ്ണ ദേബി. നമുക്കതിൻ്റെ സമ്മറി ഒന്ന് നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് മാച്ച് ബോക്സുമായിട്ടാണ് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്നത്. കാരണം മാച്ച് ബോക്സിൽ എന്ന് പറയുന്നത് 100 ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഉണ്ട്. ബട്ട് അതെന്താണ്, അത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് കിച്ചണിലും പാൻട്രിയിലും ബെഡ്റൂമിലൊക്കെ കിടക്കലാണ് സാധാരണ. അതുപോലെ തന്നെയാണ് സ്ത്രീകളും. പിന്നെ നമുക്കൊരു എക്സാമ്പിൾ അവർ പരിചയപ്പെടുത്തി തരാണ്, നമുക്ക് നോക്കാം. ഒരു 3 നില കെട്ടിടം. ഞായറാഴ്ച രാവിലെ ധോബി, ഈ വാഷർമാനാണ്, അവന് ഈ അഴുക്ക് വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുകയാണ്. നൊബിത നമ്മുടെ സെൻട്രൽ ക്യാരക്ടറാണ് ഈ സ്റ്റോറിയിൽ. അവളുടെ ഹസ്ബൻഡ് അജിത്തിൻ്റെ ഡേർട്ടി ക്ലോത്ത്സ്, മുഷിഞ്ഞ വസ്ത്രങ്ങളിലെ പോക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യണേ, അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മൾ ഡ്രസ്സൊക്കെ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൽ പോക്കറ്റിൽ വല്ല പൈസ അതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്ന പോലെ നൊബിത അവളുടെ ഹസ്ബൻഡിൻ്റെ പോക്കറ്റിൽ സെർച്ച് ചെയ്യണത്. ഒരു ടൈമിൽ നൊബിതക്ക് ഒരു എഴുത്ത് കിട്ടി. അപ്പോൾ അവൾ പെട്ടെന്ന് രോഷാകുലായി. ദെൻ അവൾ ആ തുണികളൊക്കെ താഴെയിട്ട് അവൾ കിടക്കില്ലാണ്ടിരുന്നു. എന്നിട്ട് കത്ത് വായിക്കാൻ തുടങ്ങണം. അതിന് മുമ്പ് അവൾ കത്ത് വായിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ അവൾ നോക്കിയത് അതിൻ്റെ ഡേറ്റ് ആണ്. അത് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായത് ഒരു 3 ദിവസം മുമ്പെങ്കിലും വന്നിട്ടുള്ളൊരു കത്താണ്. പിന്നെ അവൾ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി പോസ്റ്റ് ഓഫീസ് മാർക്കിലും ജസ്റ്റ് ഒന്ന് നോക്കി. അജിത്ത് ആ ഒരു കത്ത് തുറന്ന് വായിച്ചിട്ടുണ്ട്. പിന്നീട് അയാളത് ചുരുട്ടി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ഇട്ടതാണ്. നൊമിതയുടെ ആ എഴുത്തിനെ പറ്റിയൊന്നും സംസാരിക്കാനുള്ളൊരു സാമാന്യ മര്യാദ കൂടി അജിത്ത് കാണിച്ചില്ല. ഇതറിയാതെ പറ്റിയൊരു തെറ്റല്ല, അജിത്തിൻ്റെ പക്കൽ നിന്നുള്ള മനഃപൂർവ്വമുള്ള പ്രവൃത്തിയാണ് ഇത്. അജിത്തിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അജിത്തും നൊമിത ഒരു ജോയിൻറ്റ് ഫാമിലിയിലാണ് താമസിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് 26 അംഗങ്ങളുള്ളൊരു സ്ഥലമാണ്. അജിത്തിന് എങ്ങനെയോ ലെറ്റർ ബോക്സിൻ്റെ താക്കോല് കിട്ടി. എപ്പോഴെങ്കിലും നൊമിതയുടെ പേരിലുള്ള എഴുത്തുകൾ കാണുമ്പോൾ അദ്ദേഹം അത് തുറക്കുകയും ആദ്യം വായിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും നൊമിതക്ക് ഇഷ്ടമല്ല കേട്ടോ. ചിലപ്പോൾ അദ്ദേഹം എഴുത്തുകൾ അവൾക്ക് കൊടുക്കും, പക്ഷേ ചിലപ്പോൾ അദ്ദേഹം അതും പോലും ചെയ്യില്ല. അങ്ങനെയാണ് നൊമിത വിചാരിക്കുന്നത്. ഇത്രയും നാളായിട്ട് അജിത്തിന് ഒട്ടും തന്നെ ഒരു സംശയകരമായിട്ടുള്ള രീതിയിലൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. ബട്ട് അയാളുടെ ഈ ഒരു ദുഷിച്ച സ്വഭാവം മാറുന്നേ ഇല്ല. അവളുടെ എഴുത്തുകൾ അയാൾ വായിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി അവൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയുണ്ടായി. പക്ഷെ അതൊന്നും അവൻ കാലാക്കില്ല. അവൻ അതൊക്കെ ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ആ ലെറ്റർ അവൾ വായിക്കുകയാണ്. ആ ലെറ്റർ അവളുടെ അമ്മയുടെ ലെറ്ററാണ്. അവളുടെ അമ്മക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ കാണിച്ചു കൊണ്ടുള്ള ലെറ്ററാണ്. അവരുടെ മുറിയിൽ മേൽക്കൂര പൊട്ടി പൊളിഞ്ഞു, മഴവെള്ളം അകത്ത് വീണു, ഇത് നന്നാക്കിയില്ലെങ്കിൽ മേൽക്കൂര ഇടിഞ്ഞു വീണ് അവർ മരിച്ചു പോകും. പിന്നെ പറയുന്നു അവർക്ക് മരണത്തെ പേടിയില്ല, കാരണം അവളുടെ ഒരു മകൾ രാജ്ഞിയും മരുമകൻ വിശാലമായിട്ടുള്ള ഹൃദയമുള്ളവനാണല്ലോ എന്ന് പറയുന്നുണ്ട്. നൊമിതയുടെ മദർ ഒരു വിധവയായ സ്ത്രീയാണ്. അവർക്ക് ആൺകുട്ടികളൊന്നുമില്ല. അവർ നൊമിതയെ നല്ലൊരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ അവർ നന്നായിട്ട് വിചാരിച്ചു. കാരണം നൊമിതയുടെ സൗന്ദര്യ കാരണമാണ്. നൊമിതയുടെ അമ്മ എപ്പോഴും പറയും, അവർ ഈ സാധിച്ചൊരു വലിയ കാര്യത്തെപ്പറ്റി പൊങ്ങച്ചം പറഞ്ഞ് നടക്കും. അവർ പലപ്പോഴും നൊമിതയിൽ നിന്ന് സഹായം ചോദിക്കാറുണ്ട്. എപ്പോഴെങ്കിലും അജിത്ത് പുതിയ കത്തുകൾ കാണുമ്പോൾ പറയും, നൊമിതയോട് പറയും അത് പണത്തിന് വേണ്ടിയുള്ളതാണെന്ന്. എന്തിനാണ് എഴുത്ത് വായിക്കുന്നത്, ഞാൻ നേരെ പോയിട്ട് മണി ഓർഡർ ഫോം ഫിൽ ചെയ്ത് അയക്കാം. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നൊമിതക്ക് ലജ്ജ വന്നിരുന്നു. ദേഷ്യവും സങ്കടവും കൊണ്ട് പോസ്റ്റ് കാർഡിൽ എഴുതരുതെന്ന് നൊമിത അവളുടെ അമ്മക്ക് കത്തെഴുതി. കാരണം എന്തെന്ന് വെച്ചാൽ പോസ്റ്റ് കാർഡിൽ വരുന്ന കത്തുകൾ എല്ലാവരും വായിക്കും. അവൾ സാധിക്കുമ്പോഴെല്ലാം അവർക്ക് കുറച്ച് പണം ആരും അറിയാതെ അയച്ചു കൊടുക്കാറുണ്ട്. പെട്ടെന്ന് നൊമിത അവളുടെ അമ്മയോട് ദേഷ്യപ്പെടുന്നു. എന്തിനാണ് അവർ ഇങ്ങനെ യാചിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർ നൊമിതയെ അവളുടെ അഭിമാനവും അന്തസ്സും കാത്തു സൂക്ഷിക്കാൻ അനുവദിക്കാത്തത്? അവളുടെ അമ്മയ്ക്ക് ഇനി മുതൽ ഒരു സഹായവും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഒരു എഴുത്തു എഴുതുവാൻ അവൾ തീരുമാനിച്ചിട്ടേ ഉള്ളൂ, എഴുതിയിട്ടില്ല കേട്ടോ. അജിത്ത് അയാളുടെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് വന്നപ്പോൾ നൊമിത വളരെ ദേഷ്യത്തോടു കൂടി ചോദിക്കുകയാണ് എപ്പോഴാണ് എഴുത്ത് വന്നതെന്ന്. അജിത്തിന് തെറ്റ് പറ്റിയെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. കാരണം അജിത്തൊക്കെ വന്ന ലെറ്റേഴ്സ് അജിത്ത് വായിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല എന്ന്. ആ ലെറ്റർ വായിച്ചപ്പോൾ തന്നെ അജിത്ത് ആ എഴുത്ത് എറിഞ്ഞു കളയാനും പിന്നെ അമ്മയ്ക്ക് കുറച്ച് കാശ് അയച്ചു കൊടുക്കാനും ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. പക്ഷെ അയാളത് അയാളുടെ പോക്കറ്റിൽ വെച്ചിരുന്നത് വളരെ ഒരു മണ്ടത്തരമായി പോയി എന്ന് പറയുന്നു. എന്തോന്ന് ഓർത്തെടുക്കുന്ന പോലെ നമ്മുടെ നൊബിത വളരെ ദേഷ്യത്തോടു കൂടി ചോദിച്ചല്ലോ. അപ്പോൾ പെട്ടെന്ന് അജിത്ത് ചോദിക്കുന്നു, ലെറ്റർ?
വാട്ട് ലെറ്റർ? പിന്നീട് ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്ത പോലെ പെട്ടെന്ന് അയാൾ പറയുന്നു അയാളത് അവൾക്ക് കൊടുക്കാൻ പ്ലാൻ ഇട്ടിരുന്നു, പക്ഷെ എങ്ങനെയോ മറന്നുപോയി എന്ന്. നൊമിത അജിത്തിനെ ലയർ എന്ന് വിളിക്കുകയും പാമ്പിനെ പോലെ ചീറ്റുകയും ചെയ്യുന്നു. എന്തിനാണ് അയാൾ അവളുടെ എഴുത്ത് തുറന്നതെന്ന് അവൾക്ക് അറിയണം. അജിത്ത് പറയുന്നു അയാൾക്ക് അയാളുടെ ഭാര്യയുടെ എഴുത്ത് തുറക്കാനുള്ള അധികാരമുണ്ടെന്ന്. അവൾ പറയുന്നു അവൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ് അവളുടെ എഴുത്തുകൾ തുറക്കരുതെന്ന്. അജിത്ത് ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റാൻ ശ്രമിക്കാണ്. നമ്മൾ നേരത്തെയും കണ്ടു എല്ലാം ചിരിച്ചുകൊണ്ട് വിഷയം മാറ്റുമെന്ന്. തമാശ പോലെ അയാൾ പറയാണ് ആരും നിനക്ക് ലവ് ലെറ്റർ കൈമാറുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തേണ്ടേന്ന്. പെട്ടെന്ന് നൊമിത പൊട്ടിത്തെറിക്കാണ് വളരെയധികം ദേഷ്യത്തിൽ. സ്റ്റോപ്പ് ഇറ്റ്, വാട്ട് എ കോമൻ. നിർത്തൂ, എന്തൊരു വൃത്തികെട്ട വഷളനായ മനുഷ്യനാണ് നിങ്ങൾ. അജിത്തിന് അവൻ്റെ ഒരു കള്ളച്ചിരി തുടരാൻ കഴിഞ്ഞില്ല. അയാളും പെട്ടെന്ന് ദേഷ്യപ്പെട്ടു. അജിത്ത് അപ്പോൾ നൊമിതയോട് ചോദിക്കാനാണ് എങ്ങനെയാണ് അവളുടെ അമ്മ അയാളുടെ കാശിന് വേണ്ടി യാചിക്കുന്നതെന്നും എന്നിട്ടും അവർ എങ്ങനെയാണ് ഒരു ഹൈ ക്ലാസ് പീപ്പിളാണെന്ന് തിങ്ക് ചെയ്യുന്നതെന്ന്. എങ്ങനെയാണ് ചാണകം വാരുന്ന ഒരാളുടെ മകൾ ഒരു രാജ്ഞിയാകുന്നത്. നമ്മൾ കണ്ടു അമ്മയുടെ ലെറ്ററിലുണ്ടായിരുന്നു തൻ്റെ മകൾ ഒരു രാജ്ഞിയാണെന്നും മരുമകനൊരു വിശാല മനസ്സുള്ളവനാണെന്ന്. അപ്പോൾ ചോദിക്കണേ എങ്ങനെയാണ് ഒരു ചാണകം വാരുന്ന ഒരാളുടെ മകൾ ഒരു രാജ്ഞിയാകുന്നത്. നൊമിത അയാളുടെ മിണ്ടാതിരിക്കാൻ പറയുന്നു. അവൾ ഉച്ചത്തിലാണ് അത് പറഞ്ഞത്. അവൾ വീടിൻ്റെ ആദ്യത്തെ നിലയിൽ നിന്നാണ് സംസാരിച്ചിരുന്നതെങ്കിൽ അടുത്തുള്ള എല്ലാവരും അത് കേൾക്കുമായിരുന്നു. പക്ഷെ അവൾ മൂന്നാമത്തെ നിലയിലായിരുന്നു. അവൻ മിണ്ടാതിരിക്കില്ല എന്നും അവനിഷ്ടമുള്ളതെല്ലാം ചെയ്യുമെന്നും അജിത്തും പറയുന്നു. അവൾക്ക് അതിനെപ്പറ്റി എന്ത് ചെയ്യാൻ കഴിയും? അവൾക്ക് ചിലതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് അവൾ പറയുന്നു. ഇപ്പോൾ അവൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നു. ഇനിയാണ് നമുക്ക് മാച്ച് ബോക്സുമായിട്ട് വരുന്നത് കേട്ടോ. അവൾ അടുത്ത് കിടന്നൊരു മാച്ച് ബോക്സ് എടുക്കുകയും ഒരു തീപ്പെട്ടിക്കൊള്ളി കത്തിച്ച് അത് അവളുടെ സാരിയിൽ കൊളുത്തുകയും ചെയ്തു. സാരിക്ക് കത്തി തുടങ്ങി. അവൾക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് ചോദിച്ചുകൊണ്ട് അജിത്ത് വേഗം വരികയും അവൻ്റെ കൈകൊണ്ട് തീ കെടുത്തേക്ക് കൊടുത്തു. ഇപ്പോൾ അയാൾ കുറച്ച് പേടിച്ചു പോയി. കാരണം തീർച്ചയായിട്ടും നമ്മൾ പേടിക്കുമല്ലോ. ഒരു തീപ്പെട്ടി കൊള്ളിട്ട് സാരിൻ്റെ തലപ്പത്ത് കൊടുത്ത തീ ആളെ കൊത്തുമ്പോൾ നമ്മൾ പേടിക്കും. അയാൾ അവളെ നോക്കുന്നു. അവളുടെ മുഖത്ത് ദേഷ്യം തീ പോലെ ആളിക്കത്തുന്നത് അയാൾ കാണുന്നു. ആ തീ അവന് പെട്ടെന്ന് കെടുത്തുവാൻ കഴിഞ്ഞില്ല. സാരിയിലെ തീ കെടുത്തി വിചാരിച്ച് അവളുടെ മുഖത്തിൽ വന്നിട്ടുള്ള ദേഷ്യത്തിൻ്റെ ആളിക്കത്തുന്ന തീ അയാൾക്ക് കെടുത്താൻ സാധിച്ചില്ല. അവൾക്ക് ദേഷ്യം വരുമ്പോൾ അവളുടെ എല്ലാ കോമൺ സെൻസും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് അവൻ അവളോട് പറയുന്നു. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഇത്രയും ദേഷ്യമുണ്ടാകുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. നൊമിത ചില കാര്യങ്ങൾ അവനോട് പറയാൻ തുടങ്ങിയായിരുന്നു. പക്ഷേ അവളുടെ അനന്തരവൾ റിനി മുറിയിലോട്ട് കയറി വന്ന് റിനി ചോദിക്കുന്നു എത്ര നേരം കൂടി ധോബി നമ്മുടെ വാഷർമാനെ താഴെ കാത്തിരിക്കണം. അവൾക്ക് തുണി ഒന്നും കൊടുക്കാനില്ലെങ്കിൽ അവനോട് വിവരം പറയുക. ഒരു നിമിഷത്തേക്ക് നൊമിത ഒന്നും തന്നെ പറഞ്ഞില്ല. പിന്നീട് അവൾ അവൻ്റെ അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് അത് തരം തിരിച്ച് കണ്ട് അവൾ റിനിയോട് താഴെ പോയി ധോബിയോട് ഒരു കുറച്ച് നേരം കൂടി കാത്തു നിൽക്കാൻ പറയാൻ പറഞ്ഞു. നൊമിതക്ക് അവളുടെ മനസ്സിലുള്ളത് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ ആരും അവളെ നേരിട്ട് ഉപദ്രവിക്കാറില്ല. പക്ഷേ പലപ്പോഴും നല്ല മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അവളെ എല്ലാവരും കളിയാക്കിയിരുന്നു. അവളുടെ രണ്ടാമത്തെ ചേട്ടൻ്റെ ഭാര്യ ഇന്ന് രാവിലെ ജോലികളൊക്കെ കാരണം വളരെയധികം ടയേർഡായിരുന്നു. അവൾ നൊമിതയെ കണ്ടപ്പോൾ ഒരു ദുരർത്ഥത്തിൽ ചിരിച്ചുകൊണ്ട് പരിഹാസ രൂപേണ പറയുന്നു അവസാനം നീ ഇതാ അങ്ങോട്ട് ഇറങ്ങി വരാൻ തീരുമാനിച്ചത് നന്നായി. വീട്ടിൽ ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൾ അജിത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ കുറ്റം പറയുന്നു. അവരുടെ ശൃംഗാര വർത്തമാനങ്ങൾ ഒരിക്കലും തീരുകയില്ലേ എന്ന് അവളോട് ചോദിക്കുന്നു. നൊമിത ലുക്സ് അറൗണ്ട്. നൊമിത ഒന്ന് ചുറ്റും നോക്കിക്കണ്ട് അവൾ പറയണേ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞു നൊമിത പറഞ്ഞ അവരുടെ മനസ്സിലുള്ളതൊക്കെ പറയുന്നൊരു സ്വഭാവമാണ് എന്ന്. അവൾ ചിരിച്ചുകൊണ്ട് സിസ്റ്റർ ഇന്നോട് പറഞ്ഞു തൻ്റെ മുറിയിലോട്ട് വരാനും വേണമെങ്കിൽ ഒളിഞ്ഞു നോക്കാനും പറയുന്നു. അവിടെ എല്ലായ്പ്പോഴും സ്നേഹമുള്ള വർത്താനമല്ല വഴുക്കു പറച്ചിലുമുണ്ട്. എന്നാൽ സിസ്റ്റർ ഇൻലോ ചിരിച്ചുകൊണ്ട് പറയുന്നു സ്നേഹവർത്തമാനങ്ങളല്ല അവർ പറയുന്നതെന്ന് അഭിനയിക്കേണ്ട എന്ന്. അവൾ മണ്ടിയൊന്നുമല്ല. ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒളിഞ്ഞു നോക്കാതെ തന്നെ അവൾക്കറിയാം മുറിക്കകത്തെ എന്താണ് നടക്കുന്നതെന്ന്. നൊമിത ചിരിച്ചുകൊണ്ട് പറയുന്നു അവൾക്ക് കുസൃതി വർത്താനം പറയാൻ ഭയങ്കര താല്പര്യമാണ് എന്ന്. മൂത്ത ചേട്ടൻ്റെ ഭാര്യ ഓടി വരികയും പച്ചക്കറി അരിഞ്ഞു കഴിഞ്ഞു എന്ന് ചോദിക്കുന്നു. അവൾക്ക് കൊച്ചു വർത്താനം പറഞ്ഞ് സമയം കളയുകയാണോ എന്ന് അവൾ ചോദിക്കുന്നു. പെട്ടെന്ന് അവൾ നൊമിതയുടെ കത്തിയ സാരി കാണുകയും അത് എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോൾ നൊമിത ഒരു നിമിഷ നേരത്തേക്ക്
ഒന്ന് നിശബ്ദമായി. ദെൻ പെട്ടെന്ന് അവൾ പറയണം അടുപ്പിൽ നിന്നും ചൂടുള്ള കലം സാരി തലപ്പ് കൊണ്ട് എടുത്തു മാറ്റിയപ്പോൾ അത് കത്തിയതാണെന്ന്. നൊമിത ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ പൊളിക്കണേ, പക്ഷേ എന്നാലും അവളുടെ ചിന്ത അവളുടെ അമ്മയോടൊപ്പമാണ്. അമ്മയ്ക്ക് എങ്ങനെ കുറച്ച് കാശ് അയച്ചു കൊടുക്കാമെന്ന് അവൾ രഹസ്യമായിട്ട് ചിന്തിക്കുകയാണ്. അവൾക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അമ്മയോട് പറയാനും എഴുതുവാനും അവൾക്ക് കഴിയില്ല. നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിരുന്നു അവളുടെ അമ്മയ്ക്ക് ഇനി മുതലൊരു സഹായം കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുത്ത് എഴുതുവാൻ അവൾ തീരുമാനിച്ചിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനൊന്നും അവൾക്ക് സാധിക്കില്ല. അവളുടെ വില്ലേജിലെ എല്ലാവരുടെയും വിചാരം നൊമിത ഒരു രാജ്ഞിയാണെന്നും അജിത്ത് ഒരു വിശാല ഹൃദയനാണെന്നും. നമുക്ക് ആശാപൂർണ ദേവി പരിചയപ്പെടുത്തി തന്നൊരു എക്സാമ്പിൾ. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ സ്ത്രീകളെ മാച്ച് ബോക്സിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. വളരെ കാര്യങ്ങൾ കത്തിച്ച് കളയാനുള്ള വെടിമരുന്ന് ഗൺ പൗഡർ അവളുടെ കൈവശമുണ്ടെങ്കിലും ആണുങ്ങളുടെ ഉയർന്ന മനസ്സിനെയും അവരുടെ വിശാല ഹൃദയത്തെയും പുറത്ത് കാട്ടുന്ന മുഖം മൂടികളെയും കത്തിച്ച് കളയുവാനുള്ള തീപ്പൊരി അവർ പുറത്തെടുക്കാറില്ല. അവർ അവരുടെ തന്നെ നിറങ്ങളുള്ള പുറന്തോണിനെ കത്തിക്കാറില്ല. ആണുങ്ങൾക്ക് അത് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് അവർ അവയെ അടുക്കളയിലും കലവറയിലും കിടപ്പുമുറിയിലും ഇവിടെയും അവിടെയും എല്ലായിടത്തും ഇട്ടിരിക്കുന്നത്. സ്ത്രീകളെയും പറയാം, മാച്ച് ബോക്സും രണ്ടുമാണ് ഇട്ട് പറയുന്നത്. ഒരു പേടിയും കൂടാതെ അവർ അവയെ അവരുടെ പോക്കറ്റിലും ഇടുന്നു. മാച്ച് ബോക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മാച്ച് ബോക്സ് എന്ന ഷോർട്ട് സ്റ്റോറി. ഇത് ബംഗാളിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് പ്രസഞ്ജിത്ത് ഗുപ്ത ആണ്. ഈ ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് ക്യാരക്ടർ സ്കെച്ച്. നൊമിതയുടെ ആകാം, അല്ലെങ്കിൽ അജിത്തിൻ്റെ ആകാം, അല്ലെങ്കിൽ നൊമിതയുടെ മദറിൻ്റെ ആകാൻ. ഈ 3 ക്വസ്റ്റ്യനാണ് ഈ ഒരു പാഠത്തിൽ നിന്നും ക്യാരക്ടർ സ്കെച്ചായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. പിന്നെ മാച്ച് ബോക്സ് എന്നൊരു ടൈറ്റിലിനെ ജസ്റ്റിഫിക്കേഷൻ ചെയ്യാനും പറയും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതിയാൽ മതി, മാച്ച് മീൻസ് മാരേജ് ആൻഡ് ബോക്സ് മീൻസ് ട്രാപ്പ്, ദെൻ മാരേജ് ട്രാപ്പ്. അപ്പോൾ എന്താ ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രീഡം, പീസ്, മൈൻഡ്, ജോയ്, അതിനൊക്കെ ലോസ്റ്റ്. ദ റിയൽ ട്രാപ്പ് ആസ് ഷീ ലോസ്റ്റ് ഹെർ ഫ്രീഡം, പീസ് ഓഫ് മൈൻഡ് ആൻഡ് ജോയ് എക്സെട്ര ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്